നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സ്കൂളുകൾ തുറന്നു. പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി. ആഹ്ലാദത്തോടെ കുരുന്നുകൾ. കോട്ടയം വടവാതൂരിൽ റബ്ബർ തോട്ടത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് ബന്ധുക്കൾ. സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യം. കാത്തിരിപ്പിന് വിരാമം. വോട്ടെണ്ണൽ നാളെ. കോട്ടയം മണ്ഡലത്തിലെ വോട്ടുകൾ നാട്ടകം ഗവൺമെന്റ് കോളേജിൽ എണ്ണും. പത്തനംതിട്ടയിലേത് ചെന്നീർക്കര കേന്ദ്ര വിദ്യാലയത്തിൽ. ഒരുക്കങ്ങൾ പൂർണ്ണം. വാർത്തകൾ വിശദമായി. മധ്യവേനൽ അവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു. ജില്ലാതല പ്രവേശനോത്സവം കുമരകം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സുമൊക്കെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇടം നേടുകയാണെന്നും VN വാസവൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തിന് നിറപ്പകട്ടാർന്ന തുടക്കം. ഉത്സവാന്തരീക്ഷം പകർന്ന പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി. 1ാം ക്ലാസ്സിലേക്ക് കടന്നുവന്ന കുരുന്നുകളെ സ്കൂളുകൾ പായസവും മധുരവും നൽകി സ്വീകരിച്ചു. വിദ്യാർത്ഥികളെ വരവേൽക്കാൻ സ്കൂളുകളിൽ അധ്യാപകരും രക്ഷിതാക്കളും ആട്ടവും പാട്ടും ഘോഷയാത്രയുമായാണ് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത്. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം കുമരകം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സുമൊക്കെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇടം നേടുകയാണെന്നും പൊതുവിദ്യാഭ്യാസ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും കേരളം മാതൃകാപരമായി മുന്നേറുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ സർവകലാശാല, സയൻസ് പാർക്ക് തുടങ്ങിയവ കേരളത്തിൽ സാധ്യമായെന്നും സ്കൂളുകളെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനായതായും മന്ത്രി പറഞ്ഞു. കോവിഡ് കാലഘട്ടത്തിൽ പോലും ഓൺലൈൻ വിദ്യാഭ്യാസം നടപ്പാക്കിയ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് എന്ന് നീതി ആയോഗ് സാക്ഷ്യപ്പെടുത്തി. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് റോബോട്ടിക് എഞ്ചിനീയറിംഗിനെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചും പഠിക്കാനുള്ള സംവിധാനങ്ങളായിട്ടുണ്ട്. സ്കിൽഡ് ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്ററുകളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എത്രയോ ഉന്നതമായ മുന്നേറ്റങ്ങൾ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു അധ്യക്ഷയായി. കുമരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ധന്യ സാബു, കവിത ലാലു, വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുബിൻ പോൾ, കുമരകം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീജ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ പുരസ്കാരങ്ങളും മന്ത്രി VN വാസവൻ വിതരണം ചെയ്തു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും റാലി കുമരകം ഗ്രാമപഞ്ചായത്തിന് സമീപമുള്ള UP സ്കൂളിലേക്ക് വർണ്ണാഭമായ ഘോഷയാത്രയോടെ നടത്തി. മന്ത്രിയടക്കമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും റാലിയിൽ പങ്കാളികളായി. സ്കൂൾ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച പ്രവേശനോത്സവ ഗാനത്തിന്റെ നൃത്താവിഷ്കാരം കാണികളുടെ മനം കവർന്നു. ഉത്സവഘോഷം പുസ്തകമധുരം നുകരാമിനിയും പൂമ്പാറ്റകളായി മാറാം. ഇച്ചാലൊരു മല ഇരുമല അറിവിൻ പൂമല കേറാം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്തെ വിവിധ സ്കൂളുകളിലും വർണ്ണോത്സവമായി പ്രവേശനോത്സവങ്ങൾ. കോട്ടയം സബ് ജില്ലാ പ്രവേശനോത്സവം മുട്ടമ്പലം ഗവൺമെന്റ് UP സ്കൂളിലാണ് നടന്നത്. കോട്ടയത്തെ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവങ്ങൾ വർണ്ണാഭമായി. കോട്ടയം സബ് ജില്ലാതല പ്രവേശനോത്സവം മുട്ടമ്പലം ഗവൺമെന്റ് UP സ്കൂളിലാണ് നടന്നത്. ബലൂണുകളും പൂക്കളും കൊണ്ട് നിറച്ച ക്ലാസ് മുറികൾ കുട്ടികളെ ആകർഷിച്ചു. മധുരം നൽകിയാണ് കുരുന്നുകളെ പ്രവേശിപ്പിച്ചത്. കോട്ടയം ഈസ്റ്റ് AEO അനിൽ T തോമസ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രനീഷ പ്രസാദ് അധ്യക്ഷയായി. പ്രതിഭ മേരി നൈനാൻ, സാജനസ് നായർ, സന്ദീപ് കൃഷ്ണൻ, ശ്രീജിത്ത് കൃഷ്ണൻ, ജ്യോതി അജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കളത്തിപ്പടി കഞ്ഞിക്കുഴി LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വർണ്ണാഭമായി. പൂക്കൾ നൽകിയും തൊപ്പിയണിഞ്ഞും കുരുന്നുകളെ വരവേറ്റു. വിജയപുരം പഞ്ചായത്ത് തല പ്രവേശനോത്സവമാണ് ഇവിടെ നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് VT സോമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പ്രദേശത്തെ സ്കൂളുകളിലും പ്രവേശനോത്സവം നടന്നു. പുത്തനുടുപ്പും ബാഗുമൊക്കെയായി എത്തിയ കുരുന്നുകളെ ഉത്സവാന്തരീക്ഷത്തിലാണ് സ്കൂളുകൾ സ്വീകരിച്ചത്. 2 മാസക്കാലം നീണ്ടുനിന്ന മധ്യവേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നു. പുത്തനുടുപ്പും ബാഗുമൊക്കെയായി കളിച്ചിരികളോടെ വിദ്യാലയങ്ങളിലെത്തിയ കുരുന്നുകളെ ഉത്സവാന്തരീക്ഷത്തിൽ പ്രവേശനോത്സവം നടത്തിയാണ് സ്കൂളുകൾ കുരുന്നുകളെ വരവേറ്റത്. പൊൻകുന്നം SHUP സ്കൂളിൽ ആഹ്ലാദത്തോടെ കുരുന്നുകളെത്തി. മുതിർന്ന വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വെൽക്കം ഡാൻസോടെയാണ് പ്രവേശനോത്സവം തുടങ്ങിയത്. ഗുണവാരി ദേവി ഗുരുവാ
പൊൻകുന്നം CMS LP സ്കൂളിൽ അക്ഷരദീപം തെളിയിച്ചാണ് പ്രവേശനോത്സവം നടന്നത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നുവന്ന എല്ലാ കുഞ്ഞുമക്കളും ചേർന്ന് അക്ഷരദീപം തെളിയിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ സജി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവഭക്തിയിൽ വളർത്താം. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ മതങ്ങളിലും ജ്ഞാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഏത് മതത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ വിഷയം. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത്, ആയിരിക്കുന്ന മതങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമുള്ളവരായി ദൈവഭക്തിയിൽ വളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും അനുഗ്രഹമാണ്. മലയാളം മധുരം പദ്ധതിയുടെ ഭാഗമായി നടന്ന അവധിക്കാല വായന വസന്തത്തിന്റെ ഭാഗമായി 1ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ തയ്യാറാക്കിയ പുസ്തകം ഫാദർ സജി ജോസഫ് പ്രകാശനം ചെയ്തു. ഡാനിയൽ എബ്രഹാം, അന്നമ്മ ജോസഫ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് തല പ്രവേശനോത്സവം ഇളംകുളം ശാസ്താ ദേവസ്വം KV LP സ്കൂളിൽ നടന്നു. എലിക്കുളം ശാസ്താ ദേവസ്വം സെക്രട്ടറി സുനിൽ കുമാർ കാഞ്ഞിരമുറ്റം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട്, രാജശേഖരൻ CR, PTA പ്രസിഡന്റ് അനൂപ് PS, ഹെഡ്മിസ്ട്രസ് ജിജി G തുടങ്ങിയവർ പങ്കെടുത്തു. പാലാ സബ് ജില്ലാ തല പ്രവേശനോത്സവം അളനാട് ഗവൺമെന്റ് UP സ്കൂളിലാണ് നടന്നത്. നവാഗതർക്ക് പുതുമയുള്ള കാഴ്ചകളാണ് സ്കൂളിൽ ഒരുക്കിയിരുന്നത്. പാലാ സബ് ജില്ലാതല പ്രവേശനോത്സവം അളനാട് ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. പ്രവേശനോത്സവം നവാഗതർക്ക് പുതുമയുള്ള കാഴ്ചയാണ് നൽകിയത്. ആദ്യമായി സ്കൂളിലെത്തുന്ന കുരുന്നുകൾക്കുള്ള സെൽഫി പോയിന്റും കൗതുക കാഴ്ചയായി. കുരുന്നുകളെ ബലൂണും മധുരപലഹാരങ്ങളും നൽകിയാണ് അധ്യാപകരും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചത്. 35 കുട്ടികൾ ഇവിടെ പുതുതായി ചേർന്നിട്ടുണ്ട്. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണവും ചെയ്തു. ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റാണി ജോസ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സണ്ണി അധ്യക്ഷയായി. പാലാ AO ഷിസി S പുതിയ അധ്യയന വർഷാരംഭ സന്ദേശം നൽകി. യോഗത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം വടവാതൂരിൽ റബ്ബർ തോട്ടത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം